ആത്മകഥാ വിവാദത്തിൽ പുനരന്വേഷണ നടപടികളുമായി പോലീസ് മുന്നോട്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡിജിപി മടക്കിയതിന് പിന്നാലെയാണ് നീക്കം. ഫയൽ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് കോട്ടയം എസ്പി ഷാഹുൽ ഹമീദ് പറഞ്ഞു. വിവാദത്തിൽ EP ജയരാജന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. കട്ടൻ ചായയും പരിപ്പുവടയുമെന്ന EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കോട്ടയം ഡിവൈഎസ്പി AG അനീഷാണ് റിപ്പോർട്ട് കോട്ടയം SPക്ക് കൈമാറിയത്. SP ഷാഹുൽ ഹമീദ് സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിപ്പോർട്ട് നിരസിച്ചത്. വീണ്ടും പരാതിയിൽ അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനോട് നിർദ്ദേശിച്ചു. അതനുസരിച്ചാണ് പുനരന്വേഷണത്തിന് SPക്ക് നിർദ്ദേശം നൽകിയത്. പുനരന്വേഷണം സംബന്ധിച്ച ഫയൽ എത്തിയിട്ടേ ഉള്ളൂ എന്നും വിശദമായി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു. ആത്മകഥയുടെ പ്രസാധന കരാറുമായി ബന്ധപ്പെട്ട് EP അടക്കമുള്ളവരുടെ മൊഴിയിൽ വ്യക്തതയില്ലെന്നാണ് ഇപ്പോഴുള്ള പ്രശ്നം. DC ബുക്സ് ഉടമ രവി DCയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു. എന്നാൽ ആത്മകഥ എങ്ങനെ ചോർന്നു എന്നതടക്കമുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. കരാറില്ലാതിരിക്കെ എങ്ങനെയാണ് PDF DC ബുക്സിൽ എത്തിയത് എന്നുള്ളതും അന്വേഷണത്തിലെ അവ്യക്തതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ വിവാദമുണ്ടായതിൽ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു EPയുടെ പരാതി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിവാദത്തിൽ പുനരന്വേഷണത്തിനുള്ള DGPയുടെ നിർദ്ദേശം. MM രാഗേഷ്, റിപ്പോർട്ടർ, കോട്ടയം.